രാത്രി കഴിഞ്ഞാൽ ഹോസ്റ്റൽ വാസികൾ പേടിക്കുന്ന ഏക സ്ഥലമാണ് ഈ ബാത്റൂം. ഹോസ്റ്റലുമായി ചേർന്നിരിക്കുന്ന ഈ ബാത്റൂമിൽ പണ്ട് ആരോ തൂങ്ങി മരിച്ച കഥ നമ്മൾ കുറെ കേട്ടു. അതുകൊണ്ട് നമ്മളെ കൂട്ടിൽ ആരും ഈ ബാത്റൂമിൽ ഈ രാത്രി ആരും പോയി. ഇനിയിപ്പോ രാവിലെ ഒന്നും ആവണ വെച്ചാൽ നമ്മൾ അവിടെ ഓടി. കോളേജ് പോയി പുറത്തിറങ്ങി നമ്മുടെ പുതിയ വണ്ടി പിന്നെ ഷാഹിദ് മുന്നിൽ നിൽക്കുന്നു. ആദ്യം പറഞ്ഞ ഓന്റെ വണ്ടിയാണ്, പക്ഷെ ഓന്റെ വേറെ ആരും തോന്നുന്നു നല്ല കിട്ടിയ പോലത്തെ വണ്ടി. കോളേജ് എത്തിയിട്ട് നമ്മൾ നല്ലൊരു മൂഡ് പിടിച്ചു രാവിലെ തന്നെ. വൈകുന്നേരം 3 മണിയായപ്പോ നമുക്ക് ഷൂട്ട് ഉണ്ട്. ജീവിതത്തിൽ ആദ്യത്തെ ഇങ്ങനത്തെ റീൽ എടുക്കും. മെയിൻ ഡയറക്ടർ ആരും പിന്നെ അഭിനയിക്കാൻ ആരും തന്നെ ഉണ്ടായി. അഭിനയിക്കാൻ വരെ ആരും കിട്ടാത്തോണ്ടെങ്കിൽ 30 വയസ്സ് തള്ളച്ചിന്നാണ്. ശരിക്കും റീലിന് ഫുൾ ക്രെഡിറ്റ് കിരണ കൊടുക്കണ്ടേ, ക്യാമറമാൻ എഡിറ്ററും തന്നെ. റീൽ അപ്ലോഡ് ആക്കി വേണ്ടവർ കയറി കണ്ടോളൂ. വൈകുന്നേരം 5 മണിയായപ്പോ നമ്മളൊരു സ്പോട്ട് ഉണ്ട്. നമ്മൾ എപ്പോഴും പോകും. വിട്ട് ടൈം ആയതുകൊണ്ട് എല്ലാ ബസ് സ്റ്റോപ്പിൽ നല്ല കില്ല പോലത്തെ കുട്ടികളും ചേച്ചിമാരുള്ളതുകൊണ്ട് പോകുന്ന വഴിക്ക് ചടക്കില്ല. പോരാത്തിന് അവിടെ എത്തി ഇങ്ങനത്തെ ആംബിയൻസും ഈ കടയിൽ എത്തി നമുക്ക് ഒരിക്കലും പോകാൻ തോന്നില്ല. കാരണം വെച്ചാൽ അവിടെ വെക്കുന്ന പാട്ടും പിന്നെ ടേസ്റ്റ് കൂടിയ ചായം കുടിക്കുമ്പോൾ നമുക്കൊന്ന് എണീച്ച് പോകാൻ തോന്നും. അപ്പൊ ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഹോസ്റ്റലിനല്ല പുറത്ത് കഴിക്കാൻ വിചാരിച്ചു. കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് സ്ഥിരം പോണ കടയിലേക്കാണ് പോയത്. മന്തിമായാലും മുഴുപ്പിലങ്ങനെ സ്ഥിതി. ഒരു വണ്ടി നമ്മൾ 6 പേരുണ്ട്. അവിടെ 3 ട്രിപ്പ് അടിക്കേണ്ടി. ഫസ്റ്റ് ട്രിപ്പിൽ നമ്മളെ വന്നേ അവിടെ നമ്മളെ ഓർഡർ ആക്കിയതുള്ളൂ. 5 മിനിറ്റ് സാധനം അവരെ ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ല. ഏകദേശം 1/2 മണിക്കൂറോളം അങ്ങനെ ഇരിക്കേണ്ടി. അവിടെ സോസ് കിട്ടില്ല വിചാരിച്ചു നമ്മൾ 25 രൂപ സോസ് പുറത്ത് വാങ്ങിക്കൊണ്ട് വന്ന് മന്തി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ചായ ക്ലബ്ബ് അവിടെ ഒരു ചായം കുടിച്ച് ഹോസ്റ്റലിലേക്ക് എത്തിയപ്പോൾ നമ്മൾ കാര്യം ഫസ്റ്റ് ഇയർ ഞങ്ങൾക്ക് നഴ്സിംഗിന് തൃശ്ശൂർ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിന് പോവാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഒരു വ്യത്യസ്തമായ യാത്ര ചടങ്ങ്. പാത്രങ്ങൾ എടുത്തിട്ടും പിന്നെ പാട്ടാടിയിട്ടും കൊട്ടിയിട്ടും കേക്കിന് പകരം നമ്മൾ സാധാരണ വത്തക്ക മുറിക്കില്ല. പക്ഷെ എന്തോ ഭാഗ്യശാൽ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. എന്തായാലും കേക്ക് പോയിട്ട് പൊടി പോലും നക്കാൻ കിട്ടിയില്ല. എന്ത് പറ്റി? ചെക്കൻ പോകുന്ന ഡിപ്രഷനാണോ?